ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയും അതുപോലെ തന്നെ വാർത്താ ഏജൻസിയായ ANIയുമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ചില ദൃശ്യങ്ങളടക്കം ഉമർ അബ്ദുള്ള പുറത്തുവിട്ടിട്ടുണ്ട്. വെടിനിർത്തലിന് എന്ത് സംഭവിച്ചു, ശ്രീനഗറിൽ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉമർ അബ്ദുള്ള എക്സിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ ഇല്ല എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ എക്സിലൂടെ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഈ ശ്രീനഗറിലെ അടക്കം വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ആയെന്നും ഉമർ അബ്ദുള്ള ഇപ്പോൾ എക്സിലൂടെ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ പലയിടങ്ങളിലും ബ്ലാക്ക് ഔട്ടിലേക്ക് പോയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതിർത്തി മേഖലയിലടക്കം കനത്ത ഷെല്ലിംഗ് തുടരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ രാജസ്ഥാനിലും പഞ്ചാബിലും സമാനമായ രീതിയിൽ ഡ്രോൺ ആക്രമണമുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. രാജസ്ഥാനിലെ ബാർമർ, അതുപോലെ തന്നെ പഞ്ചാബിലെ ഫിറോസ്പൂർ, ജയ്സാൽമീർ, അതുപോലെ തന്നെ മറ്റിടങ്ങൾ പത്താൻകോട്ട്, ബാരാമുള്ള അടക്കമുള്ള ഇടങ്ങൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയെന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നമുക്കറിയാം, വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ഇപ്പോൾ ഇത്തരത്തിൽ നിർത്തിയതായി പ്രഖ്യാപിക്കുന്നത്. അതിന് പിന്നാലെ വലിയ രീതിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാവുന്നു. 4 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനം ഇത്തരത്തിൽ നടത്തിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ അതുപോലെ തന്നെ പഞ്ചാബ് അടക്കമുള്ള മേഖലകളിൽ ഡ്രോണുകളെ കണ്ടെത്തിയ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇതിനെല്ലാം പൂർണ്ണമായും തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള തന്നെ ഇപ്പോൾ ഈ വാർത്ത സ്ഥിരീകരിക്കുകയാണ്. വെടിനിർത്തൽ ഒന്ന് ജമ്മു കാശ്മീരിൽ നിലവിൽ വന്നിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുന്നുവെന്ന് തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ആദ്യം ഡൊണാൾഡ് ട്രംപാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടപ്പിലാക്കിയെന്നുള്ള വാർത്ത പുറത്തുവിട്ടത്. അമേരിക്കയുടെ അടക്കം ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെയാണ് നടപടിയുമായി രണ്ട് രാജ്യങ്ങളും പോയതെന്ന് അമേരിക്ക ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയുടെ വാർത്താ സമ്മേളനത്തിൽ മൂന്നാമതൊരു കക്ഷിയില്ലെന്നും കൃത്യമായി 2 രാജ്യങ്ങൾ തമ്മിലുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് വെടിനിർത്താനുള്ള തീരുമാനമെടുത്തതെന്നടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ 4 മണിക്കൂറുകൾക്കപ്പുറം ജമ്മു കാശ്മീരിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപന വാർത്തകളാണ് പുറത്തുവരുന്നത്. കൃത്യമായി ഇത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം തുടരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും കൃത്യമായ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടായെന്ന് തന്നെയാണ് ജമ്മു കാശ്മീർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അടക്കം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ചില ദൃശ്യങ്ങളടക്കം അദ്ദേഹം ഇപ്പോൾ എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതുകൂടാതെ രാജസ്ഥാൻ അടക്കമുള്ള മേഖലകളിലും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. തുടർച്ചയായ 4ാം ദിവസവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രകോപനം ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. പ്രധാനമായും ഇത് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കാരണം പാകിസ്ഥാൻ സർക്കാർ തന്നെയാണ് ഇക്കാര്യം ഇന്ത്യയോട് വ്യക്തമാക്കിയത്. ഇന്ത്യയോട് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ DG ഇത്തരത്തിൽ വിളിക്കുകയും വെടിനിർത്തലിന് തയ്യാറാകുകയാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഈ പ്രകോപനം തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും കനത്ത തിരിച്ചടി ഇന്ത്യ നൽകിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ചില മുന്നറിയിപ്പുകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഭാവിയിൽ ഭീകരവാദവുമായി ഇന്ത്യക്ക് നേരെ വന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും, അത് യുദ്ധമായി തന്നെ കണക്കാക്കുമെന്നതാണ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചത്. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചു വന്നാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നെന്ന് കൂടി ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. എന്തായാലും ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് നിയന്ത്രണ രേഖയിൽ അടക്കം ഉണ്ടാകുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഡ്രോൺ ആക്രമണം, നിരവധി ഡ്രോണുകളെ ഇതിനോടകം തന്നെ തകർത്തതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.